ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പുതിയ അടുപ്പൊക്കെ കാണിച്ചിട്ട് ഇപ്പോൾ ഇത് പഴയ അടുപ്പാണല്ലോ അത്. അപ്പോൾ എൻ്റെ പുതിയ അടുപ്പ് സാധാരണ അടുപ്പിരുന്ന സ്ഥലത്ത് ഫിറ്റ് ചെയ്ത് തന്നപ്പോൾ പഴയ അടുപ്പെടുത്തിട്ട് എനിക്ക് ഇവിടെ ചിമ്മിണിയിൽ നമ്മുടെ വിറകടുപ്പ് ഇരുന്ന സ്ഥലമാണിത്. അപ്പോൾ അവിടെ ഈ പഴയ അടുപ്പ് ഫിറ്റ് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ മഴയായിട്ട് ഇപ്പോൾ എന്തായാലും വിറകൊന്നും കത്തണില്ല. അപ്പോൾ ഇതിവിടെ ഇരുന്ന് കത്തിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് വെച്ച് തന്നതാണ്. അപ്പോൾ ഇനി വേനലാകുമ്പോൾ ഇത് ഇവിടുന്ന് മാറ്റിയിട്ട് വിറകൊക്കെ കത്തിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പഴയ സ്റ്റൗവും ഇപ്പോൾ വർക്കിംഗ് ആട്ടോ. അപ്പോൾ രണ്ട് സ്ഥലത്തും ഇപ്പോൾ ഗ്യാസ് സ്റ്റൗ ഉണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടും പഴമൊക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ ദിവസമായിട്ട് മഴ തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ട് 2-3 ദിവസമായ വീഡിയോ ആയിട്ടോ. അപ്പോൾ അന്ന് ഒരു ചെറിയ തോർച്ച കണ്ടപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിലൊക്കെ പോയി നോക്കിയതാണ്. അല്ലാതെ തന്നെ ഞാൻ ഇങ്ങനെ മഴവെള്ളം വീഴുമ്പോൾ അത് കുത്തിക്കളയാനായിട്ട് കയറാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം കയറിയപ്പോൾ എനിക്ക് കുറേ വെണ്ടയ്ക്ക കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ ഫോണില്ലാത്തതുകൊണ്ട് അതൊന്നും ഞാൻ എടുത്തില്ലായിരുന്നു. അപ്പോൾ ഇന്ന് കയറി വന്നപ്പോൾ ഫോണായിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് വെണ്ടയ്ക്ക കുറവാണ്. അപ്പോൾ വെറുതെ അതൊക്കെ ഒന്ന് എടുത്തതാണ്. ആകെ മഴ കൊണ്ടിട്ട് വാർക്ക നനഞ്ഞ് കുതിർന്ന് കിടക്കാട്ടോ. അങ്ങനെ തെന്നിയൊക്കെ പോകും. അപ്പോൾ ഇങ്ങോട്ട് കയറാറേ ഇല്ല. ഇതിപ്പോൾ വെള്ളം കുത്തിക്കളയാൻ വേണ്ടിയിട്ട് കയറിയതാണ്. തോരാത്ത മഴയാണല്ലോ. ഇത് മുളകും തൈയൊക്കെ വലുതായിട്ടുണ്ട് കേട്ടോ. പൂവൊക്കെ ഇടാറായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് ഞൊട്ടാഞ്ഞൊടിയൻ്റെ തൈയാണ്. ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പഴയ ഞൊട്ടാഞ്ഞൊടിയൻ്റെ ഇതൊക്കെ കാണിച്ചിരുന്നു. അതൊക്കെ പോയിട്ടോ. അതിലൊക്കെ ഒത്തിരി കായുണ്ടായി അതങ്ങനെ നശിച്ചു പോയി. ഇതിപ്പോൾ ഞാൻ പുതിയ തൈ പിടിപ്പിച്ചതാണ്. ഇതിലും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതും ഒരു ഞൊട്ടാഞ്ഞൊടിയൻ തന്നെയാണ്. ഇത് തായ്ലാൻഡ് വെറൈറ്റിയാണ്. അപ്പോൾ ഇത് വലിയ ഒരു തൈ പോലെ ആവട്ടോ, നല്ല പൊക്കം വയ്ക്കണതാണിത്. വേനൽക്കാലത്ത് നട്ടിരുന്നതാണ്. എന്നിട്ട് അതിങ്ങനെ മുരടിച്ച് പോയായിരുന്നു. എന്നിട്ടിപ്പോൾ അത് മഴ പെയ്തപ്പോൾ ഞാൻ വേറൊരു കവറിലേക്ക് മാറ്റി വെച്ചതാണ്. അപ്പോൾ അത് നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലാദ്യമായിട്ട് ഒരു കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. വേനൽക്കാലത്ത് ഇഷ്ടംപോലെ പൂവും കായൊക്കെ വന്നു. അതൊക്കെ മുരടിച്ച് പോയി. അതിൽ പെട്ട ഒരു കായ് എനിക്കിതുപോലെ പഴുത്ത പോലെ കിടന്ന് കിട്ടിയിട്ടോ. അതിങ്ങനെ ഒട്ടും കായ് വലിപ്പം വയ്ക്കാതെ തന്നെ പഴുത്ത പോലെ ഒരു കുഞ്ഞു കായ് അതിൻ്റെ ഉള്ളിലുണ്ടായി. ഞാനിപ്പോൾ അത് കഴിച്ചു. അതിന് നല്ല മധുരമൊക്കെ ഉണ്ടായി. ഇത് നല്ല വലുതാവണ ഞൊട്ടാഞ്ചൊടിയനാണ്. അപ്പോൾ ഇതിൽ കാണാനായിട്ടൊരു കായ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ബ്രദറ് തായ്ലാൻഡ് വെറൈറ്റി ഞൊട്ടാഞ്ഞൊടിയൻ വാങ്ങിയിട്ട് കഴിച്ചിട്ട് അതിൻ്റെ അരി ഞാൻ കൊണ്ടുവന്ന് പാവിയതാട്ടോ. അപ്പോൾ അവന് എനിക്ക് തന്നത് ഞാൻ അതിൽ നിന്ന് ഒരെണ്ണത്തിൻ്റെ അരി പാവി മുളപ്പിച്ച തൈയാണ്. മൊത്തത്തിൽ നനഞ്ഞ് കുതിർന്ന് കിടക്കാട്ടോ. ടെറസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാറായിട്ടുണ്ട്. പൂപ്പലും പായലും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒന്നിനും പറ്റൂല. മഴ തന്നെ മഴയാണ്. ഇതിപ്പോൾ ഒരു ചെറിയ തോർച്ച കണ്ടപ്പോൾ ഞാൻ കയറി വന്നതാണ്. അപ്പോൾ ഇവിടെ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ആസ്വദിക്കാനോ കാണാനോ ഒന്നും ഇങ്ങോട്ട് കയറാറേ ഇല്ല കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ താഴെ ഇറങ്ങി വന്നിട്ട് കുറേ ജോലികൾ വേറെ ഉണ്ടല്ലോ. നമ്മുടെ സാധാരണ ചെയ്യുന്ന ഡെയിലി റുട്ടീൻസൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള കറി വയ്ക്കാനാണ്. അപ്പോൾ ഇന്ന് കറിക്ക് കാര്യമായിട്ടൊന്നും വയ്ക്കണില്ല. നല്ല മഴ സമയമല്ല. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാട്ടോ ഉള്ളിയും മുളകൊക്കെ ഇങ്ങനെ മൂപ്പിച്ച് കൊടുക്കുന്നത്. ഉള്ളിയും മുളകും മൂപ്പിച്ചതെന്നാണ് ഞങ്ങൾ ഇതിനെ പറയണത്. അപ്പോൾ നമ്മൾ സാധാരണ മുളക് കുത്തി ചതച്ചിട്ട് ചുവന്നുള്ളിയും ചതച്ച് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വെളിച്ചെണ്ണയിൽ. പിന്നെ പുളി ചില സമയത്ത് പുളി ഇട്ടിട്ട് ചമ്മന്തി പോലെയാക്കി കൊടുക്കാൻ പറയും. ചില സമയത്ത് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കഴിക്കണം. അപ്പോൾ അതും തൈരും കൊടുത്താൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ തൈര് ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയൊക്കെ ചതച്ചിട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ലൂസാക്കി അത് രണ്ടും കൂട്ടി ഊണ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കുട്ടികൾക്കും എല്ലാവർക്കും കൂടിയിട്ട് പിന്നെ മുട്ടയും കൂടി വറുക്കാൻ പപ്പടവും ഉണ്ട്. അപ്പോൾ അതും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ ലഞ്ച് ഇങ്ങനെ സിമ്പിൾ ലഞ്ചാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റായിട്ട് അങ്ങനെ ഊണ് കഴിക്കാനായിട്ട് ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് നല്ലതാണല്ലോ. അപ്പോൾ ഞാനങ്ങനെ മുട്ട വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ മഴക്കാലത്ത് കറി വയ്ക്കാനൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ കറി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ ഉള്ളി മുളക് മൂപ്പിച്ചത് മാത്രം മതി കേട്ടോ ഊണ് കഴിക്കാനായിട്ട്. ചൂടൻ ചോറിൻ്റെ കൂടെ നല്ലതായിരിക്കും. അങ്ങനെ മുട്ടയൊക്കെ വറുത്തിട്ടുണ്ട്. അപ്പോൾ സ്കൂളിലൊന്നും പഠിത്തമില്ലാത്തതുകൊണ്ട് കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. എല്ലാവരും ഉണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ടി വിയിൽ ന്യൂസ് കാണാൻ കേട്ടോ. അപ്പോൾ വയനാട്ടിലെ വാർത്തകളൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാതെ ഇരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ന്യൂസൊക്കെ കണ്ടിട്ട് ഭയങ്കര സാഡായി. അവർ എത്രയോ നാളുകൊണ്ട് ഒരു കൂട്ടി വെച്ചതെല്ലാം ഒന്നായിട്ട് ഒലിച്ചു പോണ അവസ്ഥ നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ.
അങ്ങനെ ഇതിപ്പോൾ വൈകുന്നേരം കേട്ടോ, വൈകുന്നേരത്തെ ചായയൊക്കെ കഴിഞ്ഞത് രാത്രി ഡിന്നറിലേക്ക്. അപ്പോൾ മുട്ടയും പൊറോട്ടയും വാങ്ങിയിട്ട് വന്നായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് മുട്ടക്കറി വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ മുട്ട കറി വയ്ക്കാനായിട്ടാണ്. അപ്പോൾ സവാളയും പച്ചമുളകൊക്കെ വഴറ്റി തക്കാളിയൊക്കെ വഴറ്റിയിട്ട് മുട്ട കറി വയ്ക്കുകയാണ്. അപ്പോൾ പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഡിന്നറിന് ഇന്ന് മുട്ടയും പൊറോട്ടയാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വയനാട്ടിലെ കാര്യം തന്നെ കേട്ടോ മനസ്സിൽ, അതിങ്ങനെ മനസ്സിൽ നിന്ന് പോകണില്ല. നമ്മൾ 2018 ആ ഒരു ദുരന്തമൊക്കെ അനുഭവിച്ചിട്ട് ഇപ്പോൾ കണ്ണുനേരം ഇങ്ങനെ ഒരു ഏരിയ മുഴുവൻ അങ്ങനെ ഒലിച്ചു പോയ കാഴ്ചകൾ കണ്ടിട്ട് അവർ ഒരായുസിൻ്റെ സമ്പാദ്യം മുഴുവൻ ഒന്നായിട്ട് ഒലിച്ചു പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? പ്രകൃതിയുടെ ഇത് നമ്മൾ സഹിക്കാൻ തന്നെ, നമ്മൾ അതൊക്കെ ഉൾക്കൊള്ളണം, അല്ലാതെ എന്താ ചെയ്യാം. അങ്ങനെ അതൊക്കെ കണ്ട് ഭയങ്കര വിഷമമായിട്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ബാക്ക് ടു നോർമൽ നമുക്കും ജീവിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ വിചാരിക്കുമ്പോൾ ഒരു സമാധാനം. അങ്ങനെ പിന്നെ ഇവിടെ മുട്ടക്കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മുട്ടയൊക്കെ ഞാൻ വേവിച്ച് വെച്ചായിരുന്നു. പിന്നെ ചാറൊക്കെ കുറുകി വന്നപ്പോൾ അതിലേക്ക് വേവിച്ച മുട്ടയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ചായയും കൂടി കട്ടനും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലായിടത്തും മഴ തന്നെയാണല്ലേ, മഴ തോരാതെ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മഴയ്ക്ക് എല്ലാത്തിനും ഒരു സമാധാനമല്ലേ, ദൈവം തന്നെ തീരുമാനിക്കണം. അപ്പോൾ ഞങ്ങളുടെ ഡിന്നർ ഇതാ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊറോട്ടയും മുട്ടയും ചായയും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.